ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ ഉപരോധം തുടങ്ങിയിരിക്കുകയാണ്. നാവികസേനയ്ക്ക് ട്രംപ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇറാനിയൻ കപ്പലുകൾ തകർക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഹോർമൂസ് വച്ച് വില പേശരുതെന്ന് ഖത്തർ ഇറാനോട് ആവശ്യപ്പെട്ടു. അതേസമയം തെക്കൻ അമേരിക്കൻ തീരങ്ങളിലെ ലഹരിക്കടത്ത് ബോട്ടുകളെ നേരിടുന്നത് പോലെ ഇറാന്റെ കപ്പലുകളെയും ഇല്ലാതാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ നാവികസേന ഇതിനകം തന്നെ പൂർണ്ണമായും തകർക്കപ്പെട്ടുവെന്നും അവ കടലിന്റെ അടിത്തട്ടിലാണെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം രാത്രി 7:30 മുതൽ ഇറാന്റെ എല്ലാ തുറമുഖങ്ങൾക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കാനും സമാധാന കരാറിന് സമ്മതിക്കാനും ഇറാനെ നിർബന്ധിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പകരമായി പേർഷ്യൻ ഉൾക്കടലിലെയും ഒമാൻ ഉൾക്കടലിലെയും എല്ലാ തുറമുഖങ്ങൾക്കും നേരെ ഇറാൻ ഭീഷണി മുഴക്കി. ഇത് അമേരിക്കൻ സഖ്യരാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അവരുടെ സാമ്പത്തിക സ്രോതസ്സായ എണ്ണ കയറ്റുമതി തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് US ഈ ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ ജലപാതയിലൂടെ പ്രതിദിനം ഏകദേശം 20 ലക്ഷം ബാരൽ എണ്ണയാണ് കടന്നുപോകുന്നത്. ഈ കയറ്റുമതി നിർത്തിവെച്ച് ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്നതാണ് US-ന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തെ പ്രധാന എണ്ണക്കടത്തു പാതയായ ഇവിടത്തെ നിയന്ത്രണം അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാനും ആഗോള സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമായേക്കും. ഫെബ്രുവരി 28 മുതൽ ഇറാൻ ഈ പാതയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ആഗോള എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് ഉയരാൻ കാരണമായിരുന്നു. പേർഷ്യൻ ഗൾഫിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിലെ മൊത്തം എണ്ണയുടെ 20% കടന്നുപോകുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ് തുടങ്ങിയ പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഈ പാതയിലൂടെയാണ് അന്താരാഷ്ട്ര വിപണികളിലേക്ക് എത്തുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ആഗോള എണ്ണവിലയെ നേരിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഈ മേഖലയിലെ സംഘർഷങ്ങൾ മുഴുവൻ ലോകത്തിനും ആശങ്കയുണ്ടാക്കുന്നത്. ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയ ഉപരോധം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും എത്തുന്നതും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ എല്ലാ കപ്പലുകളെയും തടയുമെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഈ കടുത്ത നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും കപ്പലുകൾ തകർക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇറാനോട് ഖത്തർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹോർമൂസ് വെച്ച് വില പേശരുത്, അത് ആഗോള പ്രതിസന്ധി തന്നെ ഉണ്ടാക്കും, അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറണമെന്നാണ്.